അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം വായിക്കുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു വ്യക്തിയുടെ സൗഖ്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ആ മനുഷ്യൻ സൗഖ്യമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാരുടെ അനുസരണവും കാത്തിരിപ്പും മാളികമുറിയിലുള്ള ഒരു മനസ്സോടുള്ള പ്രാർത്ഥനയാണ് ആ മനുഷ്യനെ എഴുന്നേറ്റ് നടക്കുമാറാക്കിയത്. അതുമാത്രമല്ല, എഴുന്നേൽക്കുകയും അദ്ദേഹം ദൈവത്തെ പുകഴ്ത്തുകയും ദൈവാലയത്തിൽ കടക്കുകയും ചെയ്തു. ഒരിക്കലും പത്രോസിന്റെയോ യോഹന്നാന്റെയോ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ല ആ മനുഷ്യൻ സൗഖ്യമായത്. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവരുടെ മടുത്തു പോകാതുള്ള പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ സൗഖ്യം നടന്നത്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നാം വചനം പറയുമ്പോൾ, നാം മറ്റുള്ളവരോട് വചനം പങ്കുവെക്കുമ്പോൾ, പ്രിയദൈവമക്കളെ, അനേകരുടെ എഴുന്നേൽപ്പിനും മറ്റുള്ളവർ നിത്യതയിൽ കടക്കുവാനും നമ്മളിലൂടെ ദൈവം മുഖാന്തരമാക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.